നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കേരള സർക്കാർ സഹകരണ വകുപ്പിന്റെ കീഴിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഗിഗ് വർക്കർമാർക്കുള്ള റിഫ്രഷ്മെന്റ് സെന്ററിന്റെയും ഫുഡ് പ്രോസസിംഗ് ആൻഡ് അപ്പാരൽ പാർക്കിന്റെ ഉദ്ഘാടനം മിനിസ്റ്റർ ശ്രീ VN വാസവൻ ഇന്ന് 2025 ജനുവരി 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 നിറവേറ്റിയിരിക്കുകയാണ്. കൂടാതെ കൊല്ലം കളക്ടറേറ്റിന് സമീപം ഷോപ്സ് അങ്കണത്തിൽ വെച്ച് ഇന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് NS സഹകരണ ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് ആൻഡ് ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ ഫെഡറൽ സഹകരണ സംഘം എന്ന ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം സഹകരണ ഭവനിൽ വെച്ച് ഉദ്ഘാടനം നടത്തുകയുണ്ടായി. എന്തായാലും അതിന്റെ പ്രവർത്തനവും ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള എല്ലാ സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഓല, ഊബർ പോലുള്ള ഗിഗ് വർക്കർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ പേരിലേക്കും ഈ ഒരു മെസ്സേജ് എത്തിക്കുക. നമുക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സഹകരണ പ്രസ്ഥാനം നമ്മൾ തന്നെ ഇത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഗിഗ് വർക്കർമാർക്ക് വേണ്ടിയുള്ള ഒരു സഹകരണ സംഘം രൂപം കൊള്ളുകയാണ്. കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സഹകരണ സംഘം ഗിഗ് വർക്കർമാർക്കുള്ള റിഫ്രഷ്മെന്റ് സെന്ററിന്റെയും ഫുഡ് പ്രോസസിംഗ് ആൻഡ് അപ്പാരൽ പാർക്കിന്റെയും പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യമായി കടക്കുന്നത്. ഇതിൽ സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ മേഖലകളിലെ ഓൺലൈൻ ഡെലിവറി രംഗത്ത് പണിയെടുക്കുന്ന ഗിഗ് വർക്കർമാരുടെയും കടകളിലെ വാണിജ്യ സ്ഥാപനങ്ങളിലും പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും ക്ഷേമത്തിനായി Q1004 കേരള സ്റ്റേറ്റ് ഷോപ്പ് ആൻഡ് ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ ഫെഡറൽ സഹകരണ സംഘം എന്ന നിലയിൽ ഒരു സഹകരണ സംഘം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. ഇത് സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ 4ാം 100 ദിന കർമ്മപരിപാടിയിൽപ്പെടുത്തിയാണ് തുടക്കം കുറിക്കുന്നത്. പ്രധാനമായും ഗിഗ് വർക്കർമാർക്കുള്ള റിഫ്രഷ്മെന്റ് സെന്റർ, ഫുഡ് പ്രോസസിംഗ് ആൻഡ് അപ്പാരൽ പാർക്ക് എന്നീ പദ്ധതികൾ ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ സഹകരണ സംഘം വഴി സഹകരണ വകുപ്പ് നടപ്പിലാക്കുകയാണ്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഗിഗ് വർക്കേഴ്സിന് ഇത്തരമൊരു റിഫ്രഷ്മെന്റ് സെന്റർ സമാരംഭിക്കുന്നതും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു സഹകരണ സംഘത്തിന്റെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ നിലവിൽ വരുന്നതും. ഓൺലൈൻ ഡെലിവറി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും അതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യാനും അവരുടെ വിവിധങ്ങളായ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരൊരു ഘട്ടത്തിൽ അതിനുള്ള ഒരു വലിയ സങ്കേതം കൂടി ഇവിടെ ഉദയമെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലം ജില്ലയിൽ കളക്ടറേറ്റിന് സമീപമാണ് ആദ്യഘട്ടത്തിൽ ഇത് ആരംഭിക്കുക. തുടർന്ന് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലും കൊട്ടിയത്തും 2 കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനാണ് ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇരു ജില്ലകളിലും മറ്റ് വിവിധ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ആത്യന്തിക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സമാരംഭിക്കുന്നത്. സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പേപ്പർ ബാഗ്, തുണിസഞ്ചികൾ, സ്കൂൾ യൂണിഫോമുകൾ, നഴ്സിംഗ് കോട്ട്, ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ പില്ലോ കവർ, ഷീറ്റ്, കൊടികൾ, നൈറ്റികൾ, കിഡ്സ് വെയർ, പേപ്പർ ബാഗ്, ക്യാരി ബാഗുകൾ, തോരണം, പേപ്പർ ഫയൽ, ബാഡ്ജ്, റൈറ്റിംഗ് പാഡ്, നോട്ട്ബുക്കുകൾ എന്നിവ നിർമ്മിക്കുന്ന ഒരു അപ്പാരൽ പാർക്കും കൂടാതെ മായം കലരാത്ത ഭക്ഷ്യധാന്യങ്ങളും കറി പൗഡറുകളും ബേക്കറി സാധനങ്ങളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് കൂടിയാണ് ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തനം സമാരംഭിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആവശ്യക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു. ഇതിനായി പ്രത്യേക ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നതാണ്. വിപണനത്തിന് ഗിഗ് വർക്കർമാരുടെ സേവനം ലഭ്യമാകും. കൊല്ലം നെല്ലിമുക്കിലാണ് ഈ യൂണിറ്റിന്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് മറ്റു സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഗിഗ് തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് ഈ മേഖലയിൽ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത്. ഇത്തരം വർക്കുകൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ വലുതായി കടന്നു വരുന്നതിന്റെ ഭാഗമായി ഒട്ടനവധി അവരുടെ ആവശ്യങ്ങളും ഏറി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു സഹകരണ സംഘം പ്രാവർത്തികമായി മുന്നോട്ട് വരുന്നത്. ഫുഡ് ഡെലിവറി ആപ്പുകളായ സൊമാറ്റോ, സ്വിഗ്ഗി എന്നിവയോടൊപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ വർക്ക് ചെയ്യുന്നവരും യൂബർ, ഓലെ,
മൈട്ര തുടങ്ങിയ മേഖലയിൽ പണിയെടുക്കുന്നവരും ഗിഗ് എക്കണോമിയുടെ ഭാഗമാണ്. പരമ്പരാഗത ജോലിയുടെ സ്വഭാവവും കൃത്യമായ തൊഴിലുടമ ബന്ധവും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ചൂഷണമാണ് ഈ മേഖലയിൽ ഇപ്പോൾ നടന്നു വരുന്നത്. നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ കണക്കാക്കപ്പെടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റെല്ലാ തൊഴിൽ മേഖലയിലും പോലെ ഈ മേഖലയിൽ തൊഴിലാളികൾക്കും സേവന വേതന വ്യവസ്ഥകൾ ഒരു ഏകീകൃത രൂപത്തിൽ ഉണ്ടാക്കാനും ഒപ്പം അവരുടെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ പരിഹരിച്ച് അത് നടപ്പാക്കാൻ ആവശ്യമായ ഒരു കൂട്ടായ്മയും എല്ലാം നടപ്പാക്കാൻ ഈ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗിഗ് വർക്കേഴ്സിന്റെ റിഫ്രഷ്മെന്റ് സെന്ററുകൾ തൊഴിലാളികൾക്കേറെ പ്രയോജനപ്പെടുന്നതും സർക്കാരിന്റെ 4ാം നൂതന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി രാജ്യത്താദ്യമായി കേരളത്തിൽ സഹകരണ വകുപ്പ് ഏറ്റെടുക്കുന്ന ഏറ്റവും നൂതനമായ പദ്ധതിയുമായി ഇത് മാറുകയാണ്. ഇതിന്റെ ഭാഗമായി ഗിഗ് വർക്കേഴ്സ് സെന്ററിന്റെയും ഫുഡ് പ്രോസസിംഗ് ആൻഡ് അപ്പാരൽ പാർക്കിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.